ഇപ്പോഴ് നെഞ്ചോട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങളെ ഈശോ സുഖപ്പെടുത്തുന്ന സന്ദേശമാണ്. അതുപോലെ കൈകാലിലെ നമ്മുടെ കൈയുടെ ചട്ടങ്ങൾ, ഈ കൈച്ചട്ടങ്ങളുടെ ഉള്ളിലെ അസ്ഥി ഉണ്ടല്ലോ, അസ്ഥി പഞ്ചരമോ, അപ്പം ഈ കൈയുടെ ചട്ടമാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ആ കൈച്ചട്ടങ്ങളിൽ ശോഷിക്കുന്നവരുണ്ട്. കൈ എല്ല് അകത്തുള്ള എല്ല് ശോഷിച്ചു പോയിട്ട് ബലം കുറയുന്നവരുണ്ട്. തന്നെയല്ല, ഭയങ്കര ഊത്തലും വേദനയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സംബന്ധമായ രോഗങ്ങളുള്ളവരെ സ്നേഹം നിറഞ്ഞവൾ നീ. നെഞ്ചിനുള്ളിലെ വേദന, നെഞ്ചിനുള്ളിലെ മുഴ, അത് പുരുഷനും സ്ത്രീയും ഉൾപ്പെട്ടതാ. നെഞ്ചിനുള്ളിലെ വേദന, നെഞ്ചിനുള്ളിലെ മുഴ, ആ നെഞ്ച് വേദനയും നെഞ്ച് രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ ഉള്ളവർ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ശക്തമായ ശ്രുതിയുടെ നെഞ്ചിലുള്ള വേദനയെ സൗഖ്യപ്പെടുത്തുന്ന തന്നി പറയുന്നു. അങ്ങ് മാത്രമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഇപ്പോഴും നെഞ്ച് വേദന ഉള്ളവരെ, ശ്വാസകോശത്തെ മുഴ ഉള്ളവരെ, ബ്രസ്റ്റ് ക്യാൻസറുകാരെ ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്നേഹം നിറഞ്ഞവൾ നീ. തല പൊട്ടണ പോലുള്ള വേദനയുള്ളവരുണ്ട്. അവിടെ തല പൊട്ടുന്ന സ്ഥലത്ത് അതെന്ത് രോഗമായാലും, തലവേദനയ്ക്ക് മൂലകാരണങ്ങളായാലും ആ തലവേദനയോട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അച്ഛൻ കാണിക്കുന്ന പോലെ വലത് കണ്ണിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കനിവാർന്നു പ്രാർത്ഥിക്കലായി കനിവാർന്ന് പ്രാർത്ഥിക്കലായി കനിവാർന്ന് പ്രാർത്ഥിക്കലായി. എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ജില്ലകളിലും ഇരുന്നുകൊണ്ട് ഈ പ്രോഗ്രാം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ഇപ്പോഴേ ബ്ലീഡിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അണ്ടാശയങ്ങൾ, അണ്ടാശയത്തിൽ സിസ്റ്റ്, അതുപോലെ തന്നെ ബ്ലീഡിങ്, രക്തം പോക്ക്, ഇങ്ങനെ രക്തവാർച്ച, അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ ഊടിന് താഴെ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ ദേശാന്തരങ്ങളിലും ഇരിക്കുന്നവരെ, ഇപ്പോഴും ഊടിൻ്റെ ഉദരവേദന ഉള്ളവരെ, ഉദര രോഗമുള്ളവരെ, പിസ്റ്റുല രോഗങ്ങള്, അരിസസ് രോഗങ്ങള്, ബ്ലീഡിംഗ് രോഗങ്ങള്, മക്കൾ ഇല്ലാത്ത അവസ്ഥകള് യേശുക്രിസ്തു നാമത്തില്, യേശുക്രിസ്തു ഉന്നതമായ നാമത്തില് ഉദര രോഗങ്ങള്, അടിവേദന വേദനകള് യേശു നാമത്തിൽ പൂർണ്ണമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് മാറിപ്പോട്ടെ. സംബന്ധമായ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന പറയുന്നു. കനിവാർന്ന് പ്രാർത്ഥിക്കതായി, കനിവാർന്നു പ്രാർത്ഥിക്കതായി. സ്നേഹം നിറഞ്ഞവൾ നീ. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളും നിൻ മക്കളല്ലോ, നിന്റെ യേശുവിനോടെന്നും ഞങ്ങളും നിൻ മക്കളല്ലോ, നിന്റെ യേശുവിനോടെന്നും കനിവാർന്നു പ്രാർത്ഥിക്കതായി.
സ്നേഹം നിറഞ്ഞവൾ നീ കനിവാർന്നു പ്രാർത്ഥിക്കത്തായി സ്നേഹം നിറഞ്ഞവൾ നീ. പരീക്ഷ എഴുതുന്ന 3 വിരലുകൾ, അതായത് നടുവിരല്, ചൂണ്ടുവിരല്, തള്ളവിരല്, ഈ 3 വിരൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാൻ. നമുക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന 3 വിരലുകൾ വലത് കൈ ഇടത് കൈ കൊണ്ട് കർത്താവിന് സമർപ്പിച്ചു കൊടുക്കുക. പരീക്ഷ എഴുതുന്ന 3 വിരലുകൾ, നിങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുന്ന 3 വിരലുകൾ ഓർത്തുകൊണ്ട് ഇടത് കൈ കൊണ്ട് വിരൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, 3 വിരലുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 3 വിരലുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന 3 വിരലുകളെ കർത്താവേ, ആ വിരലുകളെ സ്പർശിക്കണമേ കർത്താവേ. അവരുടെ ആശീർവദിക്കണമേ കർത്താവേ. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണം കർത്താവേ. പഠിക്കുന്ന മനസ്സ് പതിഞ്ഞു നിൽക്കണമേ കർത്താവേ. കർത്താവ് മനസ്സ് പതിഞ്ഞു നിൽക്കണമേ കർത്താവേ. മനസ്സ് പതിഞ്ഞു നിൽക്കുന്ന കർത്താവേ, പരീക്ഷ പതിവെടുപ്പ് കർത്താവേ. സ്നേഹം നിറഞ്ഞവൾ നീ കനിവാർന്ന് പ്രാർത്ഥിക്കതായി, കനിവാർന്നു പ്രാർത്ഥിക്കതായി സ്നേഹം നിറഞ്ഞവൾ നീ കനിവാർന്നു പ്രാർത്ഥിക്കതായി സ്നേഹം നിറഞ്ഞവൾ നീ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സുബിഷ ജിൻസൺ. ഇതെൻ്റെ ഭർത്താവ് ജിൻസൺ. ഇതെൻ്റെ മകൻ ജൊഹാൻ. ഇത് ജുവാൻ. ഇത് ജുവൽ. ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് 11/2/2023 ഉടമ്പടി എടുക്കാൻ ഞാനിവിടെ വരുന്ന എനിക്ക് അമ്മേനെക്കുറിച്ച് അറിയായിരുന്നു. ഞാൻ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ സാക്ഷ്യങ്ങൾ വായിക്കാറുള്ള ഒരാളാണ്. സാക്ഷ്യങ്ങൾ കേൾക്കും. അതുപോലെ പ്രാർത്ഥനകൾ. ഞാൻ ഈ മോള് സുഖമില്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി പ്രഭാതത്തിലെ പ്രാർത്ഥന ചൊല്ലാനായിട്ട് അച്ഛൻ്റെ കൂടെ തുടങ്ങിയത്. അപ്പം ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കാരണം ഇവൾക്ക് ജനിക്കുമ്പോഴത്തേക്കും വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ ജനിച്ചതിന് ശേഷം വെയിറ്റ് കുറവാണെങ്കിലും കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ കുട്ടിയെ കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു ചെക്കപ്പിന് ചെല്ലേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റെതസ്കോപ്പ് അവിടെ വെച്ച സ്ഥലത്ത് നിന്ന് ഡോക്ടർ എടുക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം. കൊച്ച് തട്ടിയെ കളയുന്നുണ്ടെങ്കിലും ഡോക്ടർ അത് മാറ്റണില്ല. ഡോക്ടർ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തിയില്ലായ്മ തോന്നി. എന്താണാവോ ഇങ്ങനെ മാറ്റാതെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ഡോക്ടർക്ക് കറക്റ്റായിട്ട് എന്തെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയായിരിക്കും എന്ന് ഞാൻ ഓർത്തു. അതിനുശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു മർമറിങ് ഉണ്ട്, നമുക്കൊന്ന് എക്കോ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഒരു ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളപ്പോഴാണ് അങ്ങനെ ഒരു മർമറിങ് വരുന്നത്. അപ്പോൾ നമുക്കതൊരു എക്കോ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. ഇതറിഞ്ഞപ്പോഴേക്കും കൂടെ ഹസ്ബൻഡില്ല. ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ഞാനും അമ്മയും കൂടിയാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് പോയിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ എൻ്റെ ചെവിട്ടിൽ നിന്ന് ആകെ പുക പോകുന്നത് പോലെയാണ്. എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ആ ചെയറിലങ്ങിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, താൻ വിഷമിക്കണ്ട, നമുക്കൊന്ന് ചെയ്തു നോക്കാം, എന്താ വിവരമെന്ന് നമുക്കറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ കാർഡിയോളജിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ പീഡിയാട്രിക് കാർഡിയോളജിയിൽ കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഹാർട്ടിൻ്റെ വാൽവിന് 2 ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ആകെ കരയാൻ തുടങ്ങി. എനിക്കിത് എന്ത് ചെയ്യണം? ഹാർട്ട് ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യേണ്ടവരോ? എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ ആരോട് ചോദിക്കും? എനിക്ക് ഒന്നും കിട്ടാനില്ല. ഞാൻ
എന്ത് ചെയ്യും, നിന്നോടത്ത് നിന്ന് ഞാൻ ആകെ കരയാണ്. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ വിഷമിക്കല്ലേ, നീ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ ഈ കൃപാസനത്തെ പറ്റി ധാരാളം കേൾക്കുന്നുണ്ട്, സാക്ഷ്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാൻ, അതായത് എനിക്ക് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ കേട്ട് വരാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ അനിയൻ ഒരു ആക്സിഡൻറ്റ് മൂലം തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ എനിക്ക് അവരോടൊപ്പം എന്നെ വരാനായിട്ട് പറ്റില്ല, അവരാരെങ്കിലും വേണം കൂടെ. പിന്നെ ഞാനും അമ്മയും 3 കുഞ്ഞുങ്ങളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് എനിക്കൊരു കൃപാസനം പേപ്പർ കിട്ടി. കൃപാസനം പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ലൂക്ക 1:37. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെ ഒരു എനിക്ക് വേണ്ടി ദൈവം എന്തോ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല, മനുഷ്യർക്ക് സാധ്യമല്ലാത്ത ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു തോന്നൽ എനിക്കപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ വേഗം എനിക്ക് പിന്നെ കൃപാസനത്തിലേക്ക് എങ്ങനെയെങ്കിലും വരണമെന്നായിരുന്നു. കൃപാസനത്തിൽ വരണം അങ്ങനെ ദിനം പ്രതി ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനപ്പോൾ ഹസ്ബൻഡിനോട് പറയും, എനിക്ക് കൃപാസനത്തിൽ പോകണം. അപ്പോൾ ഹസ്ബൻഡ് വിശ്വാസമുള്ള ഒരാളാണ്, പക്ഷേ കൃപാസനമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ആരും അങ്ങനെ പോന്നിട്ടില്ല, അങ്ങനെ അറിയില്ല കൃപാസനത്തെ പറ്റി കാര്യങ്ങളൊന്നും. പറയും ഞാൻ വന്നിട്ട് പോകാം, കുഞ്ഞല്ലേ, അപ്പം ഞാൻ വന്നിട്ട് പോകാമെന്ന് പറയാം. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം. എനിക്ക് അടുത്ത സ്കാനിങ് പറഞ്ഞിരിക്കുന്ന മാർച്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനു മുന്നേ എനിക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ എത്തി അമ്മേനെ കാണിക്കണം, അമ്മയുടെ സംരക്ഷണം എൻ്റെ കുഞ്ഞിന് വേണം എന്ന് കരുതി ഞാൻ വീണ്ടും അമ്മേനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ഞാൻ അന്ന് റെക്കോർഡിക്കലായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അപ്പോഴും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. എനിക്ക് ഇത്രയുള്ള കുഞ്ഞാണെങ്കിലും ഞാൻ പള്ളിയിൽ പോവാറുണ്ട്. അപ്പോൾ എനിക്കങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇവിടെ വരണം അങ്ങനെയുള്ളൊരു തോന്നലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ അപ്പോൾ എന്താണ് കൃപാസനം എന്നുള്ള ഒരു ഇതൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ കൃപാസനത്തെ പറ്റി മാതാവ് പ്രത്യക്ഷപ്പെട്ടു, അച്ഛൻ കണ്ടു, അങ്ങനെയൊക്കെ അതിനൊന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. എന്താ ഇതിൻ്റെ ഒരു ഇതൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു ചാനലിൽ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാൻ തുടങ്ങി. ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത എപ്പിസോഡ് കണ്ടു. അപ്പോഴാണ് അച്ഛൻ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നും ഒരു ആരാധന മധ്യേ പ്രത്യക്ഷപ്പെട്ടതാണെന്നും ഇതുപോലെ ധാരാളം ആൾക്കാർ വന്ന് അവരുടെ സാക്ഷ്യങ്ങളാണ് ഈ ആൾത്താരയിൽ വന്നിരുന്ന് പറയണത് കേട്ടപ്പോൾ പിന്നെ എനിക്കിവിടെ വന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഇനി എന്തായാലും പോയേ പറ്റുള്ളൂ, എനിക്ക് പോകാനുള്ള പൈസ വേണം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ വന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഓരോ ദിവസവും പറയും, എനിക്ക് പൈസ വേണം പോകാൻ. അപ്പം നമ്മൾ ചിലവ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് കാറൊക്കെ പിടിച്ച് വരണം. ഞാനപ്പം ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് ഞാൻ ഒരു ദിവസം മനസ്സോടെ ഭർത്താവ് എനിക്ക് പൈസ എന്നിട്ട് പറഞ്ഞു, എന്നാൽ നീ കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം ഈ കുഞ്ഞുങ്ങളെയുമായിട്ട്, എൻ്റെ അമ്മയുണ്ട്, ചേച്ചി ഉണ്ടായിരുന്നു, 2 അമ്മമാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വേഗം ഒത്തിരി തിരക്കുള്ളൊരു 2ാം ശനിയാഴ്ച ആയിരുന്നു ഞാൻ വന്നത്. ഒത്തിരി തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കൊച്ചിനെയും പിടിച്ചുകൊണ്ട് നിൽക്കണത് ഈ 3 പിള്ളേരൊക്കെ ഉള്ളതെന്ന് അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ എന്നോട് അമ്മച്ചി ചോദിക്കണ്ട, നിനക്ക് കൊണ്ട് പറ്റുമോ, ഇത്രയും കുഞ്ഞിനെ വെച്ചിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കണ്ട. അപ്പം പറഞ്ഞു, എനിക്ക് പറ്റും, എനിക്ക് എന്തായാലും എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കയറി ഉടമ്പടി എടുത്ത് അതിനുശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ കുർബാനയായിരുന്നു. ഞാൻ മാതാവിനെ ഒന്ന് കണ്ടിട്ട് ഉടമ്പടി എടുക്കാൻ പോയി. അതിനുശേഷം ഇവിടെ വന്ന് കുഞ്ഞിനെ നിലത്ത് വെച്ച് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല മാതാവിനോട്. എനിക്ക് കുഞ്ഞിൻ്റെ രോഗം മാറ്റിക്കിട്ടണമെന്നോ അസുഖം മാറ്റിക്കിട്ടണമെന്നോ ഇതിന് പൈസ ഇതിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കും. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാനൊരു ബിഗ് സീറോയിൽ നിൽക്കുകയാണ്.
അപ്പം ഞാൻ ഇങ്ങനെ നിന്ന് മാതാവിനോട് ഒന്നും പറയാനില്ല. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുക. അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന് കണ്ണങ്ങോട്ട് ഈ കണ്ണ് കാണാമെന്നുള്ള പരിവായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴുണ്ട് മാതാവിൻ്റെ ആ കൈ ഇരിക്കണത് മാതാവിൻ്റെ ഹൃദയത്തിലാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ആ ഹൃദയത്തിലിരിക്കുന്ന കൈ കുറച്ചുകൂടി താഴ്ത്തി എൻ്റെ കുഞ്ഞിൻ്റെ വാൽവിലേക്ക് വെക്കണേന്ന്. ഞാൻ എന്നിട്ട് ഓരോ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിൻ്റെ ആ വാൽവിലേക്ക് അമ്മയുടെ കൈ ചെല്ലണം, അമ്മയുടെ സംരക്ഷണം എൻ്റെ കുഞ്ഞിന് വേണം, ദിനം പ്രതി പ്രാർത്ഥിക്കും. ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്നു. ഉടമ്പടി അന്ന് ഞാൻ ആരംഭിച്ചില്ല. കാരണം എനിക്ക് ഇവളെ ഈ അസുഖങ്ങളൊന്നും വരാൻ പാടില്ല, അധികം പുറത്തോട്ടൊന്നും കൊച്ചിനെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇവളെ ഈ അമ്മയുണ്ട്, അപ്പം ഞാൻ രാവിലെ പള്ളിയിൽ പോവുകയാണെങ്കിൽ അമ്മ പോവും, ചില ഞായറാഴ്ചകളിൽ പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള ഇതായിരുന്നു. അപ്പോൾ എനിക്ക് കുമ്പസാരിക്കണമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴും എനിക്ക് കുമ്പസാരിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ തിരികെ വീട്ടിൽ ചെന്നു. അന്ന് ഞാൻ തുടങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ പള്ളിമേടയിൽ പോയി അച്ഛനോട് പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛൻ എന്ന് പറഞ്ഞു. വേഗം കുമ്പസാരിച്ചു. അന്ന് മുതൽ ഞാൻ ഈ മാതാവിനോട് കൂടെ ആയിരിക്കാനായിട്ട് തുടങ്ങി. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി. ആ ഒരവസ്ഥയിൽ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അസൂയ, ദേഷ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ, കുറച്ചുകൂടി മാതാവിനോട് അടുത്തായിരിക്കാൻ, പ്രാർത്ഥനകൾ ചൊല്ലാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ. പിന്നെ ഞങ്ങളുടെ ഇവിടെ കുറച്ച് പേര്, അപ്പം എനിക്ക് ആ അവസ്ഥയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് പൊതിച്ചോറ് കൊടുക്കാനോ രോഗികളെ ശുശ്രൂഷിക്കാനോ ഒന്നും എനിക്കപ്പോൾ സാധ്യമായിരുന്നില്ല. ഞാനപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, എനിക്കിതിനൊന്നും കാരുണ്യപ്രവർത്തികൾ ചെയ്യാനൊന്നും എനിക്ക് പറ്റണില്ലല്ലോ എന്ന്. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുമായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ച് പത്രം ഞാൻ എല്ലായിടത്തും കൊണ്ടേ കൊടുക്കും. പക്ഷേ എനിക്ക് കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഇവിടെ ഈ പൊതിച്ചോറ് കൊടുക്കാനായിട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് എത്ര ഒരു പൊതിച്ചോറ് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞാൻ 10 പൊതിച്ചോറ് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ 10 പൊതിച്ചോറ്, അതുപോലെ പിന്നെ ഞാൻ വണ്ടി ഓടിക്കണ ഒരാളാണ്. ഞാൻ ചിലപ്പോൾ ആർക്കെങ്കിലും വയ്യാതെ വരണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാൻ, അതുപോലെ എന്തെങ്കിലും എന്നെക്കൊണ്ട് ചിലപ്പോൾ ഒരു 100 രൂപയായിരിക്കും, എൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കെങ്കിലും നമുക്കൊരു സഹായം ചെയ്യാൻ, അങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ഞാൻ ആകെ അടുത്ത സ്കാനിങ് പറഞ്ഞിരുന്നത് മാർച്ച് മാസത്തിലായിരുന്നു. അപ്പോൾ മാർച്ച് മാസത്തിൽ ഞാൻ സ്കാനിങ്ങിന് പോണതിന് മുന്നേ ആയിട്ട് ഈ കുഞ്ഞിൻ്റെ നെഞ്ചിൽ എന്നും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും ഞാൻ കുരിശ് വരക്കുമായിരുന്നു. തൈലം കൊണ്ട് കുരിശ് വരക്കും. ഇവരെല്ലാവരെയും ഞാൻ അവർ കിടക്കാൻ നേരവും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരുടെ നെറ്റിയിൽ കുരിശ് വരക്കും. ഈ കുഞ്ഞിൻ്റെ നെഞ്ചിനവിടെയായിട്ട് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ സ്കാനിങ്ങിന് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആദ്യത്തെ സ്കാനിങ്ങിന്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു, സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ആ 2 വാൽവിൽ ഒരു വാൽവ് അങ്ങ് ചുരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഈ ചുരുങ്ങിയത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്നും കൂടി വെയിറ്റ് ചെയ്യാം. ഇവൾക്ക് ഇങ്ങനെ ശ്വസിക്കുമ്പോൾ ഒരു മർമറിങ് ഉണ്ട്, നമ്മളിങ്ങനെ കൂർക്കം വലിക്കണ പോലെ ഒരു സ്വരം ഉണ്ടാവും. അപ്പം ചുരുങ്ങിയത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കണമെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, മരുന്നിപ്പോൾ ഒന്നും കൊടുക്കണ്ട, നമുക്ക് നോക്കാം, പറ്റിയില്ലെങ്കിൽ ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കയ്യിലൂടെ ഇത് കയറ്റി നമുക്കങ്ങ് അടച്ചു കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ഞാൻ പുതുക്കാൻ വന്നു. അതിനുശേഷം വീണ്ടും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മൾക്ക് ഈ എക്കോയ്ക്ക് കയറുന്നതിന് മുന്നേ ഈ കുഞ്ഞിനെ മയക്കണമായിരുന്നു. അപ്പോൾ അവർ നമുക്ക് മരുന്ന് തരും. ആ മരുന്ന് ഞാൻ തന്നെയാണ് കുഞ്ഞിന് കൊടുത്ത് മയക്കി എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് കൊച്ചിനെ എക്കോ ചെയ്യിക്കാനായിട്ട് കയറ്റുന്നത്.
അപ്പോൾ കയറ്റി കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഈ കാശ് രൂപം കയ്യിലുണ്ട്. അപ്പോൾ ഈ സ്കാനിങ്ങിന് പോയ സമയത്ത് ആരും ഇല്ലാത്ത ഈ സമയത്ത് ഞാൻ ഈ എൻ്റെ ബാഗിലാണ് കിടക്കുന്നത്. അതായത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി ഞാൻ ഈ കാശ് രൂപം അങ്ങനെ ഈ കഴുത്തേലൊന്നും ഇടാറില്ല, കാരണം ഇവരൊക്കെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി. അപ്പം ഞാൻ എൻ്റെ ബാഗിൻ്റെ ഉള്ളിലത്തെ അറയിലാണ് ഇട്ടേക്കണത്. അപ്പോൾ ഒരു രാജാവ് പടവെട്ടാനൊക്കെ പോകുമ്പോഴത്തേക്കും ഉറയിൽ നിന്ന് വാളൂരണ പോലെയാണ് ഞാൻ ഈ കാശുരൂപം എടുക്കുന്നത്. കാരണം കാശുരൂപം മാത്രമുള്ള എൻ്റെ ധൈര്യം. ഈ കാശുരൂപത്തിൻ്റെ ആ ധൈര്യത്തിലാണ് ഞാൻ ഈ അകത്ത് കയറണത്. അപ്പോൾ അകത്ത് 2ാം പ്രാവശ്യവും കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു, ആദ്യത്തെ 2 വാൽവുള്ളതിൽ ആദ്യത്തെ വാൽവ് പൂർണ്ണമായിട്ടും അടഞ്ഞു പോയിന്ന്. അതിനുശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞു, ഇനിയൊരു കാര്യം ചെയ്യാം, നിങ്ങൾ 1 വർഷമൊക്കെ കഴിഞ്ഞ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ പുതുക്കി. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ കുഞ്ഞിനെ അടയ്ക്കണം, ഇടത്ത് ഭാഗം അടയാനുണ്ട്, ഇനി പൂർണ്ണമായിട്ടും അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ, ഈ പീഡിയാട്രിഷ്യൻ കാണുന്ന ഡോക്ടർ പറഞ്ഞു, ഇടത് ഭാഗം അടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്ര പെട്ടെന്നൊന്നും അടയില്ല, അപ്പം അതുകൊണ്ട് നമുക്ക് അധികം നോക്കി നിൽക്കണ്ട, അടുത്ത പ്രാവശ്യം അത് ചുരുങ്ങിയില്ലെങ്കിൽ നമുക്ക് അത് അടച്ചു കളയണമെന്ന് പറഞ്ഞു. 2ാം പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 1 വർഷം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പകുതിയോളം അടഞ്ഞു കഴിഞ്ഞു. ടൈനി ഹോൾ എന്നാണ് ഡോക്ടർ പറഞ്ഞത്, ടൈനി ഹോൾ. അങ്ങനെ തിരിച്ചു പോന്ന് ഡോക്ടർ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, ആ ടൈനി ആയിട്ടുള്ളിരിക്കുന്ന ആ സൂചി കടക്കാൻ പരുവമായി, ഇനി അത് നമ്മളൊന്നും ചെയ്യേണ്ടെന്ന് പറയും. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, എടാ താൻ എന്തോ മന്ത്രമാണോ പ്രയോഗിച്ചതെന്ന് ചോദിച്ചു. ഇത്ര പെട്ടെന്ന് ഒരു മരുന്നും കൂടാണ്ട് അടഞ്ഞു പോകാൻ എന്ത് മന്ത്രമാണ് പ്രയോഗിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ പീഡിയാട്രീഷ്യനോട് പറഞ്ഞു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു, മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ കുഞ്ഞിന് ഉണ്ടാകും എന്ന് പറഞ്ഞു. അതിനുശേഷം തിരിച്ചു പോന്നു. ഈ മാർച്ചിൽ അവളുടെ സ്കാനിങ്ങിന് 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. അന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് പൂർണ്ണമായിട്ടും ആ വാൽവ് 2 വാൽവുകളും പൂർണ്ണമായിട്ടും അടഞ്ഞുപോയി. കൊച്ചിനിപ്പോൾ 2.5 വയസ്സ് 3 വയസ്സാവാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഒരു മാർച്ചിലാണ് ഉടമ്പടി എടുത്തത്. 25 മാർച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ വാൽവ് പൂർണ്ണമായിട്ടും അടച്ച് അവളെ സൗഖ്യപ്പെടുത്തി. ഇനി 2ാമതായിട്ട് പറയാനുള്ളത് എൻ്റെ ഈ മോൻ്റെ കാര്യമാണ്. ഇവന് ഒരു പനി വന്ന് ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെ അമ്മച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട്, എൻ്റെ അമ്മയാണ് ഇവൻ്റെ അടുത്ത് ഇരിക്കണേ. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇതുവരെയും ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പിന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, കമ്പനിയിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ ആ ഇൻഷുറൻസിൻ്റെ ഇതുവരെയും ശരിയായിട്ടില്ല. അങ്ങനെ 5 മണിയായി, 6 മണിയായി, 7 മണിയായി. ഞാൻ അവസാനം ഹസ്ബൻഡിനെ വിളിക്കാൻ തുടങ്ങി. ഹസ്ബൻഡിനെ വിളിക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡിനെ കിട്ടണില്ല. അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു, ഞങ്ങൾ 8 മണി വരെ ഇവിടെ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇവിടെ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. 25,000 രൂപയുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ. ഒരു 2,000 രൂപ മാത്രമാണ് എൻ്റെ കൈവശമുള്ളത്. ഞാനിത് എന്ത് ചെയ്യണം എന്നോർത്ത് എനിക്കൊരു പിടിയില്ല. 2 കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരമ്മയുടെ അടുത്ത്, ഇവനാണെങ്കിൽ എൻ്റെ കൂടെ ആശുപത്രിയിൽ. ഈ പൈസ ആ സമയത്ത് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും? മണി 8 മണിയാവണം, 7:30 കഴിഞ്ഞു. അപ്പം സമയം പോയിക്കൊണ്ടിരിക്കണു. ഞാൻ വീണ്ടും ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്, പക്ഷെ ഞാൻ ഈ കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്, ധാരാളം പേപ്പറുകളും ഉണ്ട്. പക്ഷെ ഞാൻ കാശ് രൂപത്തിൻ്റെ കാര്യം അങ്ങോട്ട് വിട്ടുപോയി. കാരണം ഇതെങ്ങനെയെങ്കിലും ചെയ്യണമല്ലോ, ഇതെന്ത് ചെയ്യും നാകെ പരക്കുമ്പോൾ ഞാൻ ഓടാൻ തുടങ്ങി. അപ്പം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ഇതിലോട്ട് വിളിച്ചിട്ടുണ്ട്, അവരുടെ കമ്പനിയിലോട്ട് വിളിച്ചിട്ടുണ്ട്, അത് അവിടെ നിന്ന് മെയിൽ വന്നില്ല എന്ന് പറഞ്ഞു. ഈ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ നിന്ന് മെയിൽ വന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ ഇവരോട് ചെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ അഴിച്ചിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പന്ത് തട്ടണ പോലെ
കുറച്ച് നേരം അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ ഓർത്തെൻ്റെ ദൈവമേ, ഞാനിത് എന്ത് ചെയ്യും, ഞാൻ ആരോട് പറയും, ഇത്രയും പൈസ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഈ കാശ് രൂപമുണ്ട്. കാശ് രൂപത്തിൽ ഞാനത്, അമ്മ ഇത്രയും നേരമായിട്ടും ഞാൻ അമ്മേനെ മറന്നു പോയല്ലോ ഈ തിരക്കിനിടക്ക് എന്ന് കരുതി വെറുതെ ഇങ്ങനെ ഓർത്തുള്ളൂ. അതിനുശേഷം ഞാൻ ഹസ്ബൻഡ് ഒന്നും കൂടി വിളിക്കാം എന്ന് കരുതി ഫോൺ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ വേഗം കൃപാസനം, തോരാത്ത സാക്ഷ്യങ്ങൾ, തോരാത്ത മഴ എന്നും പറഞ്ഞൊരു ഇതങ്ങോട്ട് ഒരു പോസ്റ്റർ അങ്ങോട്ട് വന്നു. അതിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലൊരു ആദ്യത്തെ സാക്ഷ്യം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് ആ ഓഫീസിലിരിക്കണ ആ ചേട്ടൻ എൻ്റെ കയ്യിൽ വേഗം തന്നെ ഈ നിങ്ങളുടെ ഇൻഷുറൻസ് ശരിയായെന്നും പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്നു. എൻ്റെ മുന്നിൽ 2 കാലുകൾ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ദേ ഇൻഷുറൻസ് ശരിയായെന്ന് പറഞ്ഞ് ആ ചേട്ടൻ അവിടെ നിൽക്കുന്നു. 7:45 കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇൻഷുറൻസ് ശരിയായി. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ടും സാധിച്ചു. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ജോസഫ് അച്ഛൻ നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട്, നിത്യതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്ന്. ശരിക്കും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നിത്യതയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഈ അമ്മയുടെ ഈ വിരൽ പിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ്. ഈ അമ്മയുടെ ഒരു വിരൽ, ആ വിരലിൻ്റെ സംരക്ഷണം, ആ ഒരു ചൂണ്ടുവിരലിൻ്റെ സംരക്ഷണമാണ് ഞങ്ങളെ ഇന്നും സന്തോഷമായിട്ട് മാതാവ് നിലനിർത്തുന്നത്. മാതാവിന് ഒത്തിരി നന്ദി. ഞാൻ കുമ്പസാരിക്കണ 15 ദിവസം ആകുമ്പോഴത്തേക്കും കുമ്പസാരിക്കും. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഇപ്പോൾ ഡെയിലി ബ്രെഡ് കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ കുർബാനയ്ക്ക് പങ്കുകൊള്ളാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ വൈകുന്നേരം ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി കുർബാന കാണും. കൊച്ചിനെ അമ്മച്ചി നോക്കും. അപ്പം ഞാൻ അവിടെ പോയി കുർബാന കാണും. രാവിലെ ഞാൻ ഞായറാഴ്ച കുർബാനക്ക് പോകുമെങ്കിൽ അമ്മച്ചി 2ാമത്തെ കുർബാനയ്ക്ക് പോകും. ഞങ്ങൾ ഡെയിലി ജപമാല ചൊല്ലും. പിന്നെ മുടക്കം വരണ സമയമാണെങ്കിലും ഞാൻ ജപമാല ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ. അതുപോലെ ഇവരെയൊക്കെ ഈ തൈലം തേച്ചതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കിടത്തി ഉറക്കാറ്. ഈ ഒരു അവസരം എനിക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.